I'm Anjana here. Welcome back to Campus Search. നമ്മളെല്ലാവരും എപ്പോഴും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ആ ഒരു കോഴ്സിന്റെ സ്കോപ്പും അതുപോലെ സാലറി പാക്കേജും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് കോഴ്സസ് ചൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഡിജിറ്റലി ആയാലും ടെക്നിക്കലി ആയാലും നമ്മൾ ഓരോ സെക്കൻഡും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപ്ഡേഷൻസിനനുസരിച്ച് നമ്മളും അപ്ഡേറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. ഇത്തരത്തിൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. B.Tech in Artificial Intelligence and Data Science. സോ ഈ കോഴ്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം നമ്മൾ മനുഷ്യർ ചെയ്യുന്ന പല ജോലികളും ഇപ്പം മെഷീൻസ് ചെയ്തുകൊണ്ട് ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനുഷ്യനൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് പറയാമെന്ന് പറയാം. പക്ഷെ ഒരു മെഷീന് ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ അതിനൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ മനുഷ്യരോട് പറയുന്നത് പോലെ നമുക്ക് അതിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിനായിട്ട് പ്രത്യേകം കോഡിങ്ങും പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം ആ മെഷീനെ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട്. ആർട്ടിഫിഷ്യലി നമ്മൾ അതിനൊരു ഇന്റലിജൻസ് കൊടുക്കണം. ഹ്യൂമൻ ഹെൽപ്പ് ഇല്ലാതെ ഒരു മെഷീനെ കൊണ്ട് ഒരു ജോലി ചെയ്യിക്കുക, അതാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് ആർട്ടിഫിഷ്യലി നമ്മളൊരു ഇന്റലിജൻസ് ഒരു മെഷീനിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിൽ കൂടുതലായിട്ട് നമ്മൾ മെഷീൻസിനെ പറ്റിയാണ് കൂടുതലും പഠിക്കുക. ഇത് കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, ആൽഗോരിതം, ലാംഗ്വേജ് പ്രോഗ്രാം റിലേറ്റഡ് ടു കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെയും ഈ കോഴ്സിൽ മെഷീൻസിനെ കൂടാതെ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ്. എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകളെ പോലെ തന്നെ 4 years ആണ് ഈ ഒരു കോഴ്സും. 10th +2 കഴിഞ്ഞവർക്ക് ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു B.Tech കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സസിനെ പോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാൻഡേറ്ററി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് +2 സയൻസ് എടുത്തവർക്ക്. അതുപോലെ തന്നെ പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഏത് സെക്ടറിൽ ഏത് രീതിയിൽ അല്ലെങ്കിൽ എന്ത് ജോലിയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത്. അതിനെപ്പറ്റി ഇനി നമുക്ക് നോക്കാം. ഹെൽത്ത് കെയർ സെക്ടർ, ഡിഫൻസ്, സ്പേസ് ഇൻഡസ്ട്രി, ബിസിനസ് ഇൻഡസ്ട്രി, സെക്യൂരിറ്റി, ഡാറ്റ അനലിസ്റ്റ്, ഡാറ്റ സയന്റിസ്റ്റ്, കമ്പ്യൂട്ടർ വിഷൻ എഞ്ചിനീയർ, മെഷീൻ ലേണർ, റിസർച്ച് സയന്റിസ്റ്റ്, ഇങ്ങനെ ഒക്കെ ഇത്തരത്തിലെ മേഖലകളിലൊക്കെയും തന്നെ നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു കോഴ്സിന് ശേഷം. ഇതിന്റെ സാലറി പാക്കേജ് എന്ന് പറയുന്നത് 1.6 lakh തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ നിങ്ങളുടെ സ്കിൽസും എക്സ്പീരിയൻസും അനുസരിച്ച് ഇത് കൂടി വരും. അപ്പം ഈ ഒരു കോഴ്സിന്റെ ഇമ്പോർട്ടൻസും സ്കോപ്പും കാര്യങ്ങളും ഒക്കെയും തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇനിയുള്ള കാലഘട്ടത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. സോ ഈ കോഴ്സും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പം ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. So that's all about today's video. This is me, Anjana, signing off. Thank you for watching.